ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിഹാരമെന്ന വിഷയത്തെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ഒരു വാക്ക് ഇതാണ്: മരുഭൂമിയിൽ അവിടുത്തെ സർപ്പം, മരുഭൂമിയിൽ പാമ്പ് ജനത്തെ കൊത്തി വിഷം തൊട്ട് ജനം മരിച്ചു വീഴുമ്പോൾ അതിന് ദൈവം ഒരു പരിഹാരമൊരുക്കി. മോശയോട് പറയുകയാണ്, നീ ഒരു പിത്തള സർപ്പത്തെ ഉയർത്തുക. നമ്മൾ ആരംഭം മുതലേ പറഞ്ഞത് പരിഹാരം എന്ന ഒരു വിഷയത്തെയാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ആ ദൈവശബ്ദത്തെ, ആ പ്രവാചക ശബ്ദത്തെ നിങ്ങളിലേക്ക് തുറന്നിടുകയാണ്. ഇതിനകത്തൊരു പരിഹാരമുണ്ട്. നിങ്ങൾ ഏത് വിഷയവുമായിട്ടാണോ ഇന്ന് കടന്നു വന്നത്, ആ വിഷയത്തിനകത്ത് ഒരു തീർപ്പുണ്ട്. പലരും ഈ ലോകത്തിൻ്റെ ഭാഗ്യക്കുറികൾ എടുക്കുമ്പോൾ അവർ പറയുന്നൊരു വാക്കിതാണ്: നാളെയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും, നാളെയാണ്, നാളെയാണ്, നാളെയാണ്. പക്ഷെ ദൈവവചനം പറയുന്നത് ഇപ്പോഴത്രേ സുപ്രസാദകാലം, ഇപ്പോഴത്രേ രക്ഷാദിവസം. രക്ഷ എന്നത് അതൊരു പരിഹാരമാണ്. നിത്യശിക്ഷാവിധിയിൽ നിന്നുമുള്ളൊരു പരിഹാരമാണ് നിത്യരക്ഷ. ഒരു പ്രസാദകാലത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ വായിച്ച, പ്രിയ അച്ചായൻ വായിച്ച സങ്കീർത്തനത്തിനകത്ത് അതിൻ്റെ 23-ാം വാക്യത്തിൽ, ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. നോക്കൂ, ഒരു മനുഷ്യന്റെ ഗമനം സ്ഥിരമാക്കുന്നത് യഹോവയ്ക്ക് അവന്റെ വഴിയിൽ പ്രസാദം തോന്നുമ്പോഴാണ്. ഏറ്റവും വലിയ ദൈവപ്രസാദം വെളിപ്പെട്ട ഇടമാണ് കാൽവറി. യേശു യോർദാനിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെ സ്വർഗം തുറന്നിട്ട് പരിശുദ്ധാത്മാവ് പ്രാവ് എന്നതുപോലെ യേശുവിൻ്റെ മീതെ ഇറങ്ങി വരുന്നുണ്ട്. അവിടെ പറയുന്ന വാക്കിതാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ കുറച്ച് സമയങ്ങളെ ഈ വചനത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യും. നിങ്ങളതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഇത് കേൾക്കണം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ. യേശുവിൻ്റെ മേൽ ദൈവപ്രസാദം തുറന്നു വീഴുകയാണ്. അല്ലെങ്കിൽ യേശു ദൈവത്താൽ പ്രസാദിപ്പിക്കപ്പെട്ടവൻ, പിതാവിനാൽ പ്രസാദിപ്പിക്കപ്പെട്ടവനെന്ന് അവിടെ വിളിച്ചു പറയുകയാണ്. മറുരൂപമലയിൽ നിൽക്കുമ്പോഴും ഒരു ശബ്ദം കേൾക്കാം. ആ ശബ്ദത്തിനകത്തും, അല്ലെങ്കിൽ തനിക്ക് മീതെ മേഘം ഇറങ്ങി വരുമ്പോൾ, സ്വർഗം തുറന്നു നിൽക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ഒരു കാര്യം, അവൻ്റെ മേൽ ദൈവപ്രസാദമുണ്ട്. അപ്പോൾ ദൈവപ്രസാദമുള്ളവൻ്റെ ജീവിതത്തിനകത്ത് ഒരു ക്രൂശുണ്ടോ? ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ യോർദാനിൽ നിൽക്കുന്ന ദൈവപുത്രനായ മനുഷ്യനായി അവതരിക്കപ്പെട്ട യേശുവിൻ്റെ മീതെ സ്വർഗം തുറന്ന് പറയുകയാണ്: എൻ്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ പ്രസാദിക്കുന്നുണ്ട്. പക്ഷേ പ്രിയപുത്രൻ്റെ പിന്നീടുള്ള യാത്രകളിലെല്ലാം സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ ദൈവം അവൻ്റെ ഗമനത്തെ മുഴുവൻ എന്ത് ചെയ്യും? സ്ഥിരമാക്കും. യേശുവിൻ്റെ പിന്നീട് അങ്ങോട്ടുള്ള യാത്രകളെല്ലാം ദൈവത്തിൻ്റെ വളരെയധികം ഫേവറബിൾ ആയിരുന്നു. പിതാവിൻ്റെ ഫേവർ പുത്രൻ്റെ മേലുണ്ടായിരുന്നു. പക്ഷെ ദൈവപ്രസാദം ഉണ്ടായിട്ടും യേശു ചില അവസ്ഥകളിലൂടെ കടന്നുപോയി. പരീശന്മാരെതിരെ തിരിഞ്ഞു, പുരുഷാരം പലപ്പോഴും തനിക്കെതിരെ തിരിഞ്ഞു, അവനെ തള്ളിയിടുവാൻ ഭാവിച്ചു. യേശുവിന് വിരോധമായി കള്ളസാക്ഷികളെ നോക്കി, വാക്കിൽ കൊടുക്കാൻ പലതും അവർ തത്രപ്പെട്ട് നടന്നു.
പല വിഷയത്തിനകത്തും യേശുവിനെ അകപ്പെടുത്താൻ നോക്കി. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ വാക്ക് ഓർക്കണം, പ്രസാദമുള്ളവൻ ഇതെല്ലാം ഇതിനോട് ചേർത്ത് നിങ്ങൾ ആ ഓരോ ഭാഗങ്ങൾ ഞാൻ വിശദീകരിക്കാതെ പോവുകയാണ്. കാരണം ആരംഭത്തിൽ നമ്മൾ അതിനെ തൊട്ടാണ് പോയത്. കാര്യം ആരംഭത്തിൽ നാം പറഞ്ഞത്, ആരാധന തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഇതിനൊരു പരിഹാരമുണ്ട്. ആർക്കാണ് പരിഹാരമുള്ളത്? ഒരു പ്രശ്നം വരുന്നവനൊരു പരിഹാരമുണ്ട്. ആർക്കാണ് ആ പ്രശ്നം വന്നത്? ആർക്കാണ് പരിഹരിക്കപ്പെട്ടത്? അവന്റെ പ്രസാദം ഒരുവന്റെ മേൽ വീണാൽ ആ വീണ പ്രസാദത്തിനകത്ത് ഫേവറബിൾ ആയിട്ടുള്ള വ്യക്തിയുടെ മുൻപിൽ വെളിപ്പെടുന്ന ഏത് വിഷയത്തിനകത്തും എൻ്റെ ദൈവം ഒരു പരിഹാരം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ പരീക്ഷന്മാർ വരുന്നത്, ശാസ്ത്രിമാർ വരുന്നത്, ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്, യേശുവിനെ കൊടുക്കാൻ നോക്കുന്നത്, മറ്റു പല വിഷയങ്ങൾ, ശബത്തിൽ സൗഖ്യമാക്കിയതിൻ്റെ പേരിലുണ്ടാകുന്ന സംസാരം, ശേഷം യേശുവിൻ്റെ ഗെത്സമന, ഗബദ, കാൽവറി, ഇതെല്ലാം എന്താണെന്ന് ചോദിച്ചാൽ പരിഹാരം വെളിപ്പെടേണ്ടുന്ന ഇടങ്ങളാണ്. പരിഹരിക്കപ്പെടണം. കല്ലറയിൽ അവിടെ ഒരു പരിഹാരം വേണം. കാൽവറിയിൽ ഒരു പരിഹാരം ഉണ്ടാകണം. ഗെത്സമനയിൽ അതിവേദനയിലാകുന്ന യേശു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് അവിടെ ഒരു പരിഹാരം ഉണ്ടായെങ്കിൽ മാത്രമേ തനിക്ക് അടുത്ത മിഷനകത്തേക്ക് ഗെത്സമന വിട്ട് പുറത്തിറങ്ങാൻ കഴിയൂ. ഇവിടെയെല്ലാം പരിഹാരം വേണം. നോക്കുക, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന യേശു ഇതിലൂടെ കടന്നു പോകും മുമ്പേ കേട്ടൊരു ശബ്ദമുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവപ്രസാദം, ദൈവിക ഫേവർ ആവോളം ഇറങ്ങി വന്ന ഒരു മനുഷ്യൻ, ദൈവപുത്രനായ ക്രിസ്തു. ഞാൻ മനുഷ്യൻ എന്ന് പറയാൻ കാരണം, മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടി അവൻ ദൈവത്തോടുള്ള സമത്വം ഒന്നും മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ അതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് അവൻ മനുഷ്യനായിട്ട് തന്നെ അവൻ വെളിപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മേൽ ഫേവർ വെളിപ്പെട്ടിട്ടും ആ മനുഷ്യൻ കടന്നുപോയ വഴികൾ ഒരുപാട് പരിഹാരങ്ങൾ വെളിപ്പെടേണ്ടുന്ന വഴികളാണ്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം വിഷയങ്ങൾ പരിഹരിക്കപ്പെടാനിരിക്കുന്നു. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിലില്ലേ? പലപ്പോഴും ദൈവസന്നിധിയിൽ പറഞ്ഞിട്ട് അത് പരിഹരിക്കപ്പെടത്തില്ല എന്ന് കരുതി വിട്ടുകളഞ്ഞ വിഷയങ്ങളില്ലേ? ഗെത്സമനയിലെ അതിവേദനയ്ക്കകത്ത് പരിഹാരം കിട്ടാത്തതുപോലെ ആയിരിക്കാം ചിലപ്പോൾ യേശു ചോദിച്ചത്, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. നിങ്ങൾ ആരാധനയ്ക്ക് ഇരുന്നപ്പോൾ കാണിച്ച അതേ ചുറുചുറുക്കും അതേ ഉത്സാഹവും ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ കാണിക്കണേ. കാരണം വചനത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്ന് ഉണർന്നാൽ ഈ വചനം നിങ്ങൾക്ക് വേണ്ടി ഉണർന്നെഴുന്നേറ്റ് നിൽക്കും. സ്തോത്രം. നമ്മുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്ഷീണം അറിയത്തില്ല. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം. അത് ഒറ്റ വഴിയേ ഉള്ളൂ, വചനം കേൾക്കുന്നവരും അങ്ങോട്ട് ഉത്സാഹത്തോടെ ഇരിക്കുക. മനസ്സിലായേ? സന്തോഷത്തോടെ വചനത്തിൻ്റെ മുമ്പിൽ പ്രതികരിക്കുക. വചനത്തിന് മുമ്പിൽ നിങ്ങൾ ആർപ്പോടെ ഉച്ചത്തോടെ വചനത്തിൻ്റെ മുമ്പിൽ പ്രതികരിക്കുക. അത് മനസ്സിലാക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് ഇങ്ങനെ പോവുകയാണ്. അവനാരാണ്? അവൻ വചനമാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം പോകുമ്പോൾ അവർ എന്ത് ചെയ്തു? അവർ കണ്ടോണ്ട് നിന്നില്ല, വചനത്തിൻ്റെ മുമ്പിൽ അവർ പ്രതികരിച്ചു, അവരാർപ്പെട്ടു. വചനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രതികരിക്കുക, നിങ്ങൾ ആർപ്പെടുക. വചനം നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ആ വചനത്തെ സ്വീകരിക്കുക, ആ വചനത്തോട് പ്രതികരിക്കുക. സ്തോത്രം. അപ്പോൾ നമ്മുടെ ക്ഷീണവും പ്രയാസങ്ങളൊക്കെ എന്ത് ചെയ്യും? മാറും.
പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം നമുക്കൊരു 2 മണിക്കൂർ ദൈവത്തിന് നിൽക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസം തോന്നും, അല്ലേ? ശരിയല്ലേ? ഇവിടെ നല്ല തിരക്കുള്ള ബാംഗ്ലൂർ എക്സ്പ്രസിനകത്ത് കയറി ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ടൊന്ന് കയറണം. 2 മണിക്കൂർ നിൽക്കാത്ത നമ്മൾ എത്ര മണിക്കൂർ നിൽക്കും? 8, 10, 16 മണിക്കൂർ നിൽക്കും. ശരിയല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പം ആ ആക്സിഡന്റ് നടന്നിടത്ത് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നവിടെ നിൽക്കുമ്പം എത്ര മണിക്കൂർ ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നു, എത്ര പ്രാവശ്യം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വന്നു. നമ്മൾ ദൈവസന്നിധിയിൽ ഇതുപോലെ നിന്നാൽ നമ്മൾ പലയിടത്തും നിൽക്കേണ്ടി വരത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറങ്ങുന്നവരെല്ലാവരും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ ആഴ്ചയിലുള്ളതിനേക്കാളും അതിനകത്ത് എണ്ണം കൂടിയതിനായി സകലത്തിന് സ്തോത്രം ചെയ്യേണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ടവര് അതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. സ്തോത്രം. ശരി, ഓക്കെ. അപ്പം മയക്കമൊന്നുമില്ല, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ നോക്കുക, ദൈവപ്രസാദം ഇറങ്ങി വന്ന മനുഷ്യനായി അവതരിച്ച യേശുവിൻ്റെ മീതെ പ്രസാദം കിടക്കുമ്പോൾ തന്നെ യേശു പല വിഷയത്തിലൂടെ കടന്നുപോയി. മെയിൻ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, പല സംസാര വിഷയങ്ങളെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഗെത്സമന തൊട്ട് കാൽവറി വരെ യേശു പരിഹാരം കിട്ടണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് പോകുന്നത്. പരിഹരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ താൻ ചോദിച്ചത്, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. തൻ്റെ അകത്തൊരാഗ്രഹമുണ്ട്, ഒരു പരിഹാരം വേണം. ഇത് പരിഹരിക്കുവാൻ, തന്നെ ഒന്ന് ബലപ്പെടുത്തുവാൻ, അടുത്ത മിഷന് വേണ്ടി ഗെത്സമനയുടെ പുറത്തേക്ക് താൻ ഇറങ്ങും മുമ്പ് തന്നെ തനിക്ക് പരിഹാരമുണ്ടാക്കിക്കൊണ്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് ദൂതനെ അയച്ചു. ദൂതൻ വന്നു തന്നെ ശക്തിപ്പെടുത്തി. ദൂതൻ വന്ന് ശക്തിപ്പെടുത്തി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിനെ ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന പരിശുദ്ധാത്മാവിൽ ഉരുവായ ഒരുവനാണ് യേശു. ഇനി ശക്തിയുടെ ആവശ്യമുണ്ടോ? ഇനിയൊരു ശക്തിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഒരു ദൗത്യത്തിന് വേണ്ടി വളരെ ഒരുക്കത്തോടുകൂടി മുന്നോട്ട് പോകുന്ന യേശുവിന് ഇനിയൊരു ബലത്തിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷേ ചില മേഖലയ്ക്കകത്ത് തനിക്കൊരു പരിഹാരം വേണ്ടപ്പോൾ ദൈവം വീണ്ടും ഇറക്കിക്കൊടുത്തത് ദൂതനെ വിട്ട് അവൻ്റെ മേൽ ശക്തിയെ പകർന്നു, അവനെ ശക്തിപ്പെടുത്തി, അവനെ ബലപ്പെടുത്തി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പരിഹരിക്കപ്പെടേണ്ടുന്ന വിഷയം മുന്നിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ പരിഹാരം വെളിപ്പെടേണ്ടുന്നത് അവൻ്റെ ശക്തിയാലാണ്. നിങ്ങൾ അവൻ്റെ ശക്തിയാൽ നിറയുമ്പോൾ നിങ്ങളുടെ വിഷയത്തിനകത്ത് പരിഹാരം ഉണ്ടാവുകയാണ്. അവൻ്റെ അത്യന്ത ശക്തിയുടെ അളവറ്റ വ്യാപാരമാണ് നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയത്തിന് പരിഹാരമായി മാറുന്നത്. സ്തോത്രം. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ വിഷയങ്ങളെ മടക്കിക്കൊണ്ടുവരുന്നത്, ആകർഷിപ്പിച്ച് വലിച്ചെടുക്കുന്നത് കാന്തിക ബലത്തെക്കാളും ഇരട്ടിയായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. നിങ്ങൾക്ക് ജനിപ്പിക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് പുറത്തേക്ക് തള്ളിവിടാൻ കഴിയാത്ത നിങ്ങളുടെ നന്മകളെ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വിഷയത്തെ പുറത്തേക്ക് തള്ളിവിടുന്നത് പരിശുദ്ധാത്മാ ശക്തിയാണ്. ഏത് കാര്യത്തിനും പരിഹാരമില്ലാതിരിക്കുമ്പോൾ ആ പരിഹാരത്തിനു വേണ്ടി കൊതിക്കുന്ന സമയം അവൻ വീണ്ടും കൈമാറുന്നത് അവൻ്റെ ശക്തിയാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി എന്ത് ചെയ്യും? പുതുക്കും, റിന്യൂ ചെയ്യും. ഇപ്പൊ ശക്തി എന്ത് ചെയ്യണം? പുതുക്കണം. എന്തിനാ? പരിഹരിക്കപ്പെടാൻ. നിങ്ങളോടായി പറ, എൻ്റെ വിഷയത്തിന് അകത്ത് ചില പരിഹാരങ്ങൾ വെളിപ്പെടണമെങ്കിൽ എനിക്ക് അവൻ്റെ ശക്തി ഒന്നുകൂടി ഒന്ന് പുതുക്കപ്പെടണം.
എനിക്ക് ആ ഭാഗം ഒരുപാട് വിശദീകരിച്ച് അല്ലെങ്കിൽ ക്ലാസ് പോലെ എടുക്കണമെന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതിന് മുതിരുന്നില്ല. അത് മറ്റൊരു സന്ദർഭത്തിലാകട്ടെ, മറ്റൊരു ഭാഗത്തിലേക്ക് എനിക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ആ ശക്തി തൻ്റെ മേൽ ഇറങ്ങിയപ്പോൾ ഗെത്സമനെ എന്ന വിഷയം പരിഹരിക്കപ്പെട്ടു. പെട്ടെന്ന് പുറത്താള് വന്നു. അതുവരെ യേശു ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ പുറത്താള് വരുമ്പോൾ യേശു ഇറങ്ങി അവിടേക്ക് വരികയാണ്. പരിഹരിക്കപ്പെട്ടതുകൊണ്ട്, ശക്തി ധരിച്ചതുകൊണ്ട്, ശക്തിയാൽ ഒന്നുകൂടി താനൊന്ന് ബലപ്പെട്ടതുകൊണ്ട്, ശക്തിയാൽ നിറഞ്ഞതുകൊണ്ട്, പുതുക്കപ്പെട്ടതുകൊണ്ട് വന്ന പുരുഷാരത്തിൽ അല്ലെങ്കിൽ പിടിക്കുവാൻ വന്ന കൂട്ടത്തോട് പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഞാനാണ്. കാരണം തനിക്ക് ഗെത്സമനയ്ക്കകത്ത് പരിഹാരമായി. കാൽവറിയിലും കല്ലറയിലും തനിക്കൊരു പരിഹാരമുണ്ടായി. അതിൻ്റെ അർത്ഥം ദൈവപ്രസാദമുള്ളവൻ അവന് പ്രശ്നങ്ങളില്ലെന്നല്ല, പക്ഷെ പ്രശ്നങ്ങൾക്കകത്ത് അവനൊരു പരിഹാരമുണ്ട്. നമ്മളതല്ലേ പാടിയേ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായിട്ട് കരുതിയിട്ടുണ്ട്. ഒരു പരിഹാരമുണ്ടെന്ന്, ഒരു പ്രതിവിധി ഇതിനകത്തുണ്ട്. സ്തോത്രം. അതെന്താ പരിഹാരം ഉണ്ടാകാനുള്ള കാരണം? എന്ത് കാരണം കൊണ്ടാണ് പരിഹാരം ഉണ്ടെന്ന് പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം ഓക്കെ. മതി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. അപ്പൊ ആദിയിൽ എന്തോ ഉണ്ടായിരുന്നു? ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി എന്തായിരുന്നു? പാഴും. അപ്പൊ ആദിയിൽ എന്തോ ഉണ്ടായിരുന്നു? നിങ്ങൾ പറ, ആദിയിൽ എന്തോ ഉണ്ടായിരുന്നു? ഭൂമി ഉണ്ടായിരുന്നു. പാഴും ശൂന്യവും ഉണ്ടായിരുന്നു. ഞാനൊന്നുകൂടെ വാക്യം വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പോൾ ആദിയിൽ എന്തോ ഉണ്ടായിരുന്നു? നിങ്ങളെല്ലാം ഒരു തീരുമാനത്തിലെത്ത്. ആദിയിൽ ഇരുളായിരുന്നോ ഉള്ളത്? ആദിയിൽ പരിഹാരമുണ്ടായിരുന്നു. പ്രശ്നമല്ല ഉള്ളത്, പരിഹാരമാ ഉള്ളത്. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. ആരോടാ ഞാനീ പറയുന്നേ? വായിച്ചു വന്നപ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. അതിന്റെ അർത്ഥം ആദിയിൽ ആകാശമില്ലായിരുന്നു, ഭൂമിയില്ലായിരുന്നു. സൃഷ്ടിക്കപ്പെട്ടാണെങ്കിൽ പാഴായിരുന്നു, ശൂന്യമായിരുന്നു. ഇതൊക്കെയാണ് ആദിയിലുള്ളത്. പക്ഷേ ഇതെല്ലാം ശൂന്യമായതിന് പരിഹാരമുണ്ടാക്കണമെങ്കിൽ, ഇല്ലായ്മയ്ക്കകത്തൊരാകാശം ഉണ്ടാകണമെങ്കിൽ, ഒരു വിധാനം ഉണ്ടാകണമെങ്കിൽ, ഒരു ഭൂമി ഉണ്ടാകണമെങ്കിൽ, ഒരു നടത്തിപ്പുകൾ അവിടെ നടക്കണമെങ്കിൽ, പരിഹാരങ്ങൾ അവിടെ വെളിപ്പെടണമെങ്കിൽ പരിഹരിക്കാൻ ഒരുവനുണ്ടാകണം. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ആദിയിൽ എന്തോ ഉണ്ട്? ആദിയിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ രാവിലെ തൊട്ട് കേൾക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, ആദിയിൽ പരിഹാരം ഉണ്ടായിരുന്നു. ആദിയിൽ ഒരു പരിഹാരം ഉണ്ടായിരുന്നു.
ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കി പറ, എൻ്റെ വിഷയത്തിനകത്തൊരു പരിഹാരമുണ്ട്. എൻ്റെ വിഷയത്തിനകത്ത് ആ വിഷയമല്ല ആദ്യം വന്നത്, എൻ്റെ പ്രശ്നമല്ല ആദ്യം വന്നത്, എൻ്റെ പ്രതികൂലമല്ല ആദ്യം വന്നത്, എൻ്റെ കഷ്ടമല്ല ആദ്യം വന്നത്, എൻ്റെ നിന്ദയല്ല ആദ്യം വന്നത്, എൻ്റെ നിരാശയല്ല ആദ്യം വന്നത്, എൻ്റെ കടവല്ല ആദ്യം വന്നത്, ഞാനല്ല ആദ്യം വന്നത്. എനിക്ക് ഒരു പരിഹാരമുണ്ട്. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആ ആ ആ ആ ആ ആ മതി. പ്രൈസ് ദി ലോർഡ്. ആദിയിൽ, ഉൽപ്പത്തി പുസ്തകം പറഞ്ഞു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. പക്ഷെ ആദിയിൽ അവിടുത്തെ ആദിയിലെ വിഷയം പറഞ്ഞു. ആദിയിൽ ഇതാണ്, ആദിയിലെ പ്രശ്നമാണ് പറഞ്ഞത്. പക്ഷെ ആദിയിലെ പരിഹാരം, ആദിയിലെ പ്രശ്നം മോശ പറയുമ്പോൾ ആദിയിലെ പരിഹാരം മാറോട് ചാഞ്ഞിരുന്ന യോഹന്നാൻ പറഞ്ഞു. ശ്രദ്ധിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളൊക്കെ? ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. പിളർപ്പിനകത്ത് കയറിയിരുന്ന് ദൈവസാന്നിധ്യത്തിന്റെ പിൻഭാഗത്തെ കണ്ട മോശ ആദിയിലെ പ്രശ്നങ്ങൾ പറയുമ്പോൾ 3.5 വർഷം മാറോട് ചാഞ്ഞിരുന്ന യോഹന്നാൻ ആദിയിലെ പരിഹാരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? മോശ പറയാതെ പറയുന്നുണ്ട്, ആദിയിൽ ദൈവം. ആദിയിൽ എന്താ ഉള്ളത്? ദൈവം. മറ്റൊന്നുമില്ലെങ്കിലും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും മുമ്പേ അതിനൊരു പരിഹാരം അവനുണ്ടായിരുന്നു. മരുഭൂമിയിലേക്ക് ഇസ്രായേൽ ജനം എത്തുമ്പോൾ, അവിടെ സർപ്പദംശമേൽക്കുമ്പോൾ, ആ വിപത്തിനകത്ത് പെട്ടെന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം കമ്മിറ്റി കൂടിയിട്ടല്ല അവിടെ പരിഹാരം ഒരുക്കിയത്. കൊണ്ടുവരും വഴി തന്നെ എൻ്റെ കർത്താവിനറിയായിരുന്നു, ഈ മരുഭൂമിയിൽ അവർക്ക് വേണ്ടി അവരെ പുറത്തു കൊണ്ടുവരാൻ ഒരു പരിഹാരം എന്ന വണ്ണം ഒരു പിത്തള സർപ്പം ഉയരേണ്ടതായിട്ടുണ്ട്. നാം ജനിക്കും മുമ്പേ, നാം നമ്മുടെ പ്രതികൂല വിഷയങ്ങൾക്കകത്തൂടെ കടന്നു പോകും മുമ്പേ, ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിനു മുമ്പേ, ഉലക സ്ഥാപനത്തിനു മുമ്പേ നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ജനനത്തിൻ്റെ സമയത്തിനു മുമ്പേ എൻ്റെ യേശു കാൽവറിയിൽ 2024 വർഷത്തിനു മുമ്പ് എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നുകൂടി തിരിഞ്ഞു ചിന്തിച്ചാൽ, ഞാൻ ഉണ്ടാകും മുമ്പേ അവനുണ്ടായിരുന്നു. അർത്ഥാൽ അവൻ കാൽവറിയിലല്ല എനിക്ക് വേണ്ടി യാഗമായത്, അവൻ അറുക്കപ്പെട്ടത് ഉലക സ്ഥാപനത്തിനു മുമ്പേ സ്വർഗത്തിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഭൂമിയിൽ കുഞ്ഞാട് അറുക്കപ്പെടുന്നതിന് മുമ്പേ സ്വർഗത്തിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അപ്പോൾ സകല സൃഷ്ടികൾക്കും ആദ്യജാതനായി ഏകജാതനായ പുത്രൻ നമുക്ക് വേണ്ടി പരിഹാരകനായി പ്രശ്നങ്ങൾക്ക് മുമ്പേ ഉദിച്ചിരുന്നു. മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ മോനെ, ഇപ്പൊ കടന്നു പോകുന്ന സാഹചര്യം അല്ല ആരംഭം. അതിനൊരു പരിഹാരം ഉലക സ്ഥാപനത്തിനു മുമ്പേ സ്വർഗത്തിൽ സെറ്റായിരുന്നു. അവൻ്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു.
യോഹന്നാൻ പറയുകയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. മോശെ അവിടെ പറഞ്ഞത് ആദിയിലെ പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞു, അവിടുത്തെ ശൂന്യതകൾ പറഞ്ഞു, അവിടുത്തെ ഇരുള് പറഞ്ഞു. അവിടെ പറയുകയാണ്, ആഴത്തിന്റെ മീതെ എന്തോ ഉണ്ട്? ഇരുളുണ്ട്. പക്ഷേ യോഹന്നാൻ പറയുകയാണ്, അവരിൽ വെളിച്ചം ഉണ്ടായിരുന്നു. വെളിച്ചം ഇരുളിനെ എന്ത് ചെയ്തു? പിടിച്ചടക്കി. വെളിച്ചം ഇരുളിനെ പിടിച്ചടക്കിയെങ്കിൽ ഇനി ഉൽപ്പത്തി 1 കടന്നു വരുമ്പോൾ അവിടെ കൊടുത്തിരിക്കുകയാണ്, ദൈവം, ആദിയിലെ ദൈവം ആഴത്തിന്റെ മീതെയുള്ള ഇരുളിനെ അവൻ പിടിച്ചടക്കി. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായെങ്കിൽ നിങ്ങൾ മനസ്സിലായെന്ന് പറയാവൂ. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് ഇരുളേറിയ വിഷയത്തെ പിടിച്ചടക്കാൻ എൻ്റെ കർത്താവാം വെളിച്ചം അതിനകത്ത് ഉദിച്ചിട്ടുണ്ട്. ഒരു ഉദയ നക്ഷത്രം പോലെ അവൻ നമുക്ക് വേണ്ടി ഉദിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ വീട്ടിലെ സാഹചര്യം നോക്കി, നമ്മുടെ തലമുറകളെ നോക്കി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ ഇതെല്ലാം നോക്കുമ്പോൾ അതിനകത്തെല്ലാം എന്താണ് നമ്മൾ കാണുന്നത്? നമ്മൾ കാണുന്ന പ്രശ്നങ്ങളാണ്, ഇരുട്ടാണ്. പക്ഷേ പറയാതെ പറഞ്ഞ മോശയെ പോലെ, അറിഞ്ഞുകൊണ്ട് പറഞ്ഞ യോഹന്നാനെ പോലെ നമ്മൾ പറയണം, പ്രശ്നമല്ല, ഒരു വെളിച്ചമുണ്ട്, ഒരു വെളിച്ചമുണ്ട്, ഒരു പരിഹാരമുണ്ട്, ഒരു പരിഹാരമുണ്ട്. എൻ്റെ വാക്കുകളെ വേഗത്തിൽ നിർത്താനായിട്ട് പോവുകയാണ്. ഇന്ന് പകലിൽ പരിഹരിക്കപ്പെടാത്ത എന്തെങ്കിലുമായിട്ടാണ് നിങ്ങൾ ഇതിനകത്ത് കടന്നു വന്നതെങ്കിൽ ഞാൻ ഉറപ്പായി പറയുന്നു, പരിഹരിക്കപ്പെടാത്ത വിഷയത്തിനു മുമ്പേ ആദിയിൽ ദൈവമുണ്ടെങ്കിൽ, ആദിയിൽ വചനമുണ്ടെങ്കിൽ, വചനം ദൈവത്തോട് കൂടെയായിരുന്നെങ്കിൽ, എല്ലാം അവൻ മുഖാന്തരവും അവനായിട്ടുമാണ് ഉളവായതെങ്കിൽ, ഉളവായതൊന്നും ഈ യേശുവിനെ കൂടാതെ അല്ല ഉളവായതെങ്കിൽ, ഈ വന്ന പ്രശ്നവും ഉളവായത് എൻ്റെ യേശുവിനെ കൂടാതെ അല്ല. നീ കടന്നു പോകുന്ന സാഹചര്യം, നീ ഒറ്റയ്ക്ക് നിൽക്കുന്ന സാഹചര്യം, എൻ്റെ ദൈവദാസനെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യം, അത് യേശുവിനെ കൂടാതല്ല. കാരണം നിങ്ങൾ യേശുവിനുള്ളതാണ്. നിങ്ങൾ യേശുവിനുള്ളതാണെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം യേശുവിനുള്ളതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങളല്ല, നിങ്ങളുടെ യേശുവാണ് ആ സാഹചര്യത്തിലൂടെ പോകുന്നത്. നീ ഒറ്റയ്ക്കല്ല പോകുന്നത്, നിന്റെ കൂടെ ഒരു യേശുവുണ്ട്. ഒറ്റയ്ക്കല്ല സഹോദര, സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുണ്ട്. ഭക്തൻ വിളിച്ചു പറയുകയാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ കൂടി ഓടിക്കോ. സ്ഥിരതയോടെ. അയ്യോ, നമ്മൾ വിചാരിക്കും, കർത്താവേ, ഞാൻ കരയുന്ന കരച്ചില്, എൻ്റെ കണ്ണുനീര് ആര് കാണാനാ? എൻ്റെ മക്കൾ കാണുന്നില്ല, എൻ്റെ ഭർത്താവ് കാണുന്നില്ല, എൻ്റെ ഭാര്യ കാണുന്നില്ല, എൻ്റെ കുടുംബക്കാർ കാണുന്നില്ല, എൻ്റെ പാസ്റ്റർ കാണുന്നില്ല, എൻ്റെ കൂട്ടു സഹോദരങ്ങൾക്ക് അറിയത്തില്ല എൻ്റെ ഭാരം. എനിക്ക് വേണ്ടിയാണോ ഇതെല്ലാം വെച്ചേക്കുന്നേ? ചോദ്യം, എനിക്ക് വേണ്ടിയാണോ കർത്താവ് ഇതൊക്കെ വെച്ചേക്കുന്നേ? യോഹന്നാന്റെ സുവിശേഷം പറയുക, നിനക്ക് വേണ്ടിയല്ല, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. നിനക്ക് വേണ്ടിയല്ല, ഉളവായതല്ല, അവന് വേണ്ടി ഉളവായി.
സ്വദേശികമായ പച്ചവൃക്ഷം തഴയ്ക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന സസ്യങ്ങൾ മുളച്ചു വരുന്നത്, മത്സ്യങ്ങൾ പെരുകിയത്, പറവകൾ പറക്കാൻ തുടങ്ങിയത്, ഭൂചര ജന്തുക്കളൊക്കെയും ഉണ്ടായത്, മനുഷ്യനെ ഉണ്ടാക്കിയത് എല്ലാം അവനായിട്ടുണ്ടാക്കി, അവനു വേണ്ടി ഉണ്ടാക്കി. ആരാവൻ? അവനത്രേ നസറയനായ യേശു ക്രിസ്തു. കല്ലും മണ്ണും അതും ഇതും എല്ലാം ഉണ്ടായി. ഇതൊക്കെ ആർക്ക് വേണ്ടി ഉണ്ടായി? യേശു പറയുക, നിങ്ങൾ ആർപ്പിട്ടില്ലെങ്കിൽ ഈ കല്ലുകൾ എന്നെ ആർക്കും, കാരണം ഇവ എനിക്ക് വേണ്ടിയാ ഉണ്ടായത്. ഒരു വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കണം. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം എടുത്ത് 1-ാം അധ്യായവും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായവും വായിച്ചാൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തെ നിങ്ങൾ കാൽക്കീഴെ ചവിട്ടി വെച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മീതെ നടന്നു കയറും. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം, ഇന്നലെ രാത്രി വന്ന് വെളുപ്പിന് 3 മണി വരെ ഇരുന്ന് വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് എൻ്റെ വിഷയത്തിൻ്റെ ഒരു പരിഹാരം ചോദിച്ചു. കർത്താവ് എന്നോട് സംസാരിക്കുന്നു പറഞ്ഞപ്പോൾ കർത്താവ് ആ വിഷയത്തിനകത്ത് സംസാരിച്ചതാണ്. യഹോവ ദുഷ്ടനെയും കൂടെ വെച്ചിരിക്കുന്നു. എന്തിനാ? അവനായിട്ട് അവന് വേണ്ടിയാ വെച്ചേക്കുന്നേ. അവനാദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഞാൻ അവനുള്ളതാണെങ്കിൽ, ഞാൻ യേശുവിനുള്ളതാണെങ്കിൽ എനിക്കുള്ളതെല്ലാം ആർക്കുള്ളതാണ്? മനസ്സിലായോ? കാരണം അവനിലുള്ളതെല്ലാം ആർക്കാണ്? വെളിപ്പാട് പുസ്തകം പറയുന്നു, അവനെ സിംഹാസനത്തിൽ ഇരുത്തുന്നത് പോലെ നമ്മെ എന്തു ചെയ്യും? ജയിക്കുന്നവൻ സിംഹാസനത്തിലിരിക്കും. അവൻ ന്യായവിധി നടത്തുന്നത് പോലെ ജയിക്കുന്നവൻ എന്തു ചെയ്യും? ന്യായവിധി നടത്തും. അവനോട് കൂടെ. അതിൻ്റെ അർത്ഥം അവനെ കൂടാതെ ഒന്നുമില്ല. യേശുവിനെ കൂടാതെ ഒന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനാണെങ്കിൽ അവന് വേണ്ടിയാണ് ഞാനെങ്കിൽ, അവൻ മുഖാന്തരമാണ് ഞാനെങ്കിൽ, അവൻ മുഖാന്തരമാണ് നിങ്ങളെങ്കിൽ, അവന് വേണ്ടിയാണ് നിങ്ങൾ ഉണ്ടായതെങ്കിൽ, ഉളവായത് നിങ്ങൾ ഉണ്ടായത് പോലും അവന് വേണ്ടിയും അവനായിട്ടുമാണെങ്കിൽ, നിങ്ങളിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവൻ്റേതാണ്. എന്റെയും നിങ്ങളുടെയും പാപം പോലും അവൻ ഏറ്റെടുത്തില്ലേ? എന്റെയും നിങ്ങളുടെയും ശാപം അവൻ ഏറ്റെടുത്തില്ലേ? എന്റെയും നിങ്ങളുടെയും രോഗം അവൻ ഏറ്റെടുത്ത് രോഗം ശീലിച്ചവനായില്ലേ? സമ്പന്നന്മാരോടുകൂടെ അവൻ ആകാമായിരുന്നിട്ടും അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായില്ലേ? എന്റേതെല്ലാം അവനുള്ളതാണെങ്കിൽ, അവനിലായ ഞാൻ അവനിലാകെ കൊണ്ട് എനിക്കുള്ള ഇപ്പോഴുള്ളതെല്ലാം ഞാനല്ല, അവനായിട്ടാണ്, അവനിലാണത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കർത്താവിനുള്ളതാണെങ്കിൽ നിങ്ങൾക്കുള്ളത് കർത്താവിനാണ്. നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഭാരം അവരുടേതാണ്. നിങ്ങളുടെ തലമുറ ആരുടേതാണ്? ഇനി ആ തലമുറ ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ? യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവേൻ. പക്ഷെ അല്പം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു കുറേനക്കാരൻ ശിമോൻ വന്ന് യേശുവിന്റെ ക്രൂശിന്റെ അറ്റം ചുമന്നു.
പക്ഷെ പിന്നെ തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്നത് അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും അപ്പനായ വയലിൽ നിന്ന് കയറി വരുന്ന കുറേനക്കാരനെ ഷിമോൻ എന്നൊരു പദത്തോടുകൂടി ആ മനുഷ്യൻ്റെ അഡ്രസ്സിനെ വെളിപ്പെടുത്തുന്നു. എൻ്റെ അമ്മയായ റൂഫസിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കുറേനക്കാരനായ ഷിമോന്റെ പ്രിയപ്പെട്ടവളെ അവിടെ അഡ്രസ് ചെയ്യുന്നു. ശ്രദ്ധിച്ചാലറിയാ, നീ യേശുവിനുള്ളതാണെങ്കിൽ നീ പോലും അറിയാതെ നിന്റെ തലമുറ യേശുവിനുള്ളതാണ്. നീ കടന്നു പോകുന്ന സാഹചര്യം നിന്റെ സാഹചര്യമല്ല, അതെന്റെ യേശുവാണ്. യേശുവിന് വേണ്ടി, യേശുവാലാണ്. അയ്യോ, ഇനി പറയല്ലേ പിശാച് എനിക്ക് അതുകൊണ്ടിട്ടെന്ന് പറയൂ, പറയാൻ പറ്റൂ? വചന വെളിപ്പാട് ഇതാണ് പുതിയ നിയമത്തിന്റെ ദുഷ്ടനെയും കൂടെ അവനാ വെച്ചതെങ്കിൽ ഇയ്യോബിന്റെ വേലി പൊളിക്കാൻ ശത്രുവിന് വേലി പൊളിച്ചു കൊടുത്തിട്ട് ശത്രുവിനെ അനുവദിച്ചു കൊടുത്തത് ദൈവമാണെങ്കിൽ, അതേ സമയത്ത് തന്നെ ബൈബിൾ പറയുന്നു പത്രോസിനെ പാറ്റിക്കളയാൻ പലതവണ വന്ന അനുവാദം ചോദിച്ചിട്ടും പത്രോസിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിനെ പാറ്റാൻ എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ, എന്റെയും നിങ്ങളുടെയും വിശ്വാസ കപ്പൽ തകരുന്ന പരിപാടി അനുവദിക്കാത്തൊരു കർത്താവ് എനിക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം കഴിഞ്ഞ നാളുകളിൽ പോയിട്ട് എൻ്റെ ചോദ്യം, നിങ്ങളുടെ വിശ്വാസം പോയോ? എത്രയോ നാളുകൾ നിങ്ങൾ കരഞ്ഞു കാണും, എത്രയോ നാളുകൾ നിങ്ങൾ വിലപിച്ചു കാണും, എത്രയോ നാളുകൾ നിങ്ങൾ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി കാണും. എൻ്റെ ചോദ്യം, നിങ്ങളുടെ വിശ്വാസ കപ്പൽ തകർന്നോ? തകരുമെന്ന് കാണുന്നിടത്ത് പാറ്റുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കുകയല്ല. അഭിഷിക്തനെ, സമപ്രായക്കാർ പല മേഖലകളിലൂടെ കടന്നുപോയപ്പോൾ സമപ്രായക്കാർ പങ്കാളികളുമായിട്ട് പോകുമ്പോൾ, സമപ്രായക്കാർ നല്ല സെറ്റിൽമെന്റ് ലൈഫിലേക്ക് പോകുമ്പോൾ, പ്രായം കടന്നുപോയിട്ടും അതൊന്നും ആകാതിരുന്നിട്ടും വിശ്വാസം ചോർന്നു പോയോ? അപ്പൊ കർത്താവിനോട് ചോദിക്കണം, എന്താ കർത്താവേ, എനിക്കൊരു പരിഹാരമില്ലയോ? കർത്താവ് പറയും, നീ നിലനിൽക്കുന്നതിന്റെ പിന്നിൽ ഞാൻ പരിഹാരമായതുകൊണ്ടാണ്. നീ നിലനിൽക്കുന്നതിന്റെ പിന്നിൽ ഞാൻ പരിഹാരമായതുകൊണ്ടാ. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയ യഹോവ അവന്റെ ഗമനത്തെ ഒക്കെയോ സ്ഥിരമാക്കുന്നു. പരിഹാരമായതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ നിലനിൽക്കുന്നത് തന്നെ, ആ ക്രിസ്തുവിനെ വിശ്വസിച്ചിന്ന് നിൽക്കുന്നത്, അതൊരു പരിഹാരമാ. അതിന്റെ അർത്ഥം പാറ്റാൻ കൊടുത്തിട്ടില്ല. ഇന്നും കയറി പോകുന്ന മേഖലകൾ പാറ്റലുകളല്ല പ്രിയപ്പെട്ടവരെ. പാറ്റുക എന്ന് പറഞ്ഞാൽ അറിയാവോ? എന്നാന്നറിയോ? മുറം ഇങ്ങോട്ടെടുത്ത് അതിനകത്തോട്ട് നെല്ല അങ്ങോട്ടിട്ട്, കുത്തിയ നെല്ല അങ്ങോട്ടിട്ട് പടിഞ്ഞാറൻ കാറ്റ് വരുന്ന രീതിയിൽ അങ്ങോട്ട് നിന്ന് മുറത്തിലിങ്ങനെ പാറ്റുമ്പോൾ, പണ്ട് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് വളരുമ്പോൾ അവിടെ വല്യമ്മച്ചി ജോലിക്കാരെയൊക്കെ വെച്ച് പാറ്റുന്നതൊക്കെ ഉണ്ട്, മെതിക്കുന്നതൊക്കെ ഞാനും കയറി നിന്ന് മെതിച്ചിട്ടുണ്ട്. ആ കമ്പലൊക്കെ പിടിച്ച് ചവിട്ടി മെതിക്കാൻ ഞാനും നിന്നിട്ടുണ്ട്. അറിയത്തില്ല, പക്ഷെ രസമായിരുന്നു. ഇതിനകത്തോട്ടിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇവരിട്ട് എന്ത് ചെയ്യും? പാറ്റും. കാറ്റു വീശിയിട്ട് നല്ല കനമേറിയത് നെല്ല് അല്ലെങ്കിൽ കുത്തിയെടുത്ത അരി അത് നിലത്ത് വീഴും. പതിരോ പാറിപ്പോകും. കുറച്ചുകൂടെ കഴിയുമ്പോൾ വേണമെങ്കിൽ ഫാനൊക്കെ വെച്ച് കാറ്റടിപ്പിച്ച് നീ പാറി പറന്നു പോകാതിരിക്കാൻ, നീ പാറി പറന്നു പോകാതിരിക്കാൻ
അവൻ പാറ്റാൻ വിട്ടു കൊടുക്കത്തില്ല. പത്രോസേ, നീ പറന്നു പോകുമെന്ന്, നീ തെറിച്ചു പോകുമെന്ന്, നിനക്ക് കനവില്ലെന്ന്, ഈ ഒരു വിഷയം വന്നാൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, നീ പറന്നു പോകുമെന്ന് എനിക്കറിയാം പത്രോസേ. പക്ഷെ ഇയ്യോബേ, നീ പറക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇയ്യോബേ, നീ പറക്കത്തില്ലെന്ന് എനിക്കറിയാം. നീ പാറിപ്പോകത്തില്ല പത്രോസ്, നീ പാറിപ്പോകും. പത്രോസ്, നിനക്ക് വെളിപ്പാടുണ്ട്, ശരിയാ, പക്ഷെ നീ പാറിപ്പോകും. നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടുന്നതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടുന്നതിന് ആവശ്യമാകുന്നു. എബ്രായ ലേഖനത്തിൽ ലേഖനകാരൻ പറയുക, നാം വല്ലപ്പോഴും ഒഴുകിപ്പോവുക, പാറിപ്പോവുക, പതറിപ്പോവുക. എൻ്റെ ചോദ്യം, ഇത്ര കാലം എത്രയോ വർഷങ്ങളായി നിങ്ങളൊക്കെ കർത്താവിനെ അറിഞ്ഞിട്ട്, രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും എത്രയോ വർഷങ്ങളായിട്ടുള്ള രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട മാതാക്കന്മാർ, പിതാക്കന്മാർ ഇതിനകത്തിരിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ പാറിപ്പോയോ? എന്തെല്ലാം വന്നിട്ട് നിങ്ങൾ പതറിപ്പോയോ? നിങ്ങൾ പിന്മാറിപ്പോയോ? നിങ്ങൾ ഏതെങ്കിലും ഊമവിഗ്രഹങ്ങളുടെ പിന്നാലെ പോയോ? പ്രശ്നങ്ങളെ കാറ്റും കോളും തിരമാലകളും കയറി വന്നിട്ടും നിങ്ങൾ അവരെ വിട്ടുപിരിഞ്ഞോ? പതറിപ്പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോടായി പറയുന്നു, നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു പരിഹാരമുണ്ട് കേട്ടോ. 2024 വർഷത്തിന് മുമ്പല്ല അവൻ കാൽവറിയിൽ യാഗമായത്, അറുക്കപ്പെട്ടത്. സ്വർഗത്തിൽ നമുക്കൊരു കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. റിയാലിറ്റിയിൽ മനുഷ്യന് കാണത്തക്കവണ്ണം അത് ഭൂമിയിൽ അത് അരങ്ങേറിയെങ്കിൽ ഉലക സ്ഥാപനത്തിനു മുമ്പേ ഒരു പരിഹാരം എനിക്കുണ്ടായിരുന്നു. Praise the Lord. എന്താ നിങ്ങളുടെ പ്രശ്നം? രോഗമാണോ? കടമാണോ? കുറ്റബോധമാണോ? വിവാഹം നടക്കാത്തതാണോ? വിദ്യാഭ്യാസ പാതി വഴിയിൽ നിന്നുപോയെന്നുള്ളതാണോ? മാനസാന്തരപ്പെടാത്ത കുടുംബമാണോ? യേശു പറയുന്നു, ഇതെല്ലാം അവനെ കൂടാതുള്ളതായതല്ല, എല്ലാം അവനായിട്ടുള്ളതായി. അതിനകത്തു നിന്നും നീ ഒരാൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ സ്വർഗം ബാക്കി മുഴുവൻ മേഖലകളിലേക്ക് തൊട്ടിരിക്കും. കാരാഗ്രഹ പ്രമാണി ഒരാളാണ് കാരാഗ്രഹത്തിന്റെ ആരാധന കണ്ടത്, അടിസ്ഥാനം കുലുങ്ങിയത് കണ്ടത്, ദൈവപ്രവൃത്തി കണ്ടത്. പക്ഷെ അടുത്ത വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നത് വീട്ടിലേക്ക് കൈക്കൊണ്ട് സുവിശേഷം കേട്ട് വീടടക്കം കർത്താവിലായെന്നല്ല, വീടടക്കം ക്രിസ്തുവിൽ ആനന്ദിച്ചു. ആനന്ദം അത് കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. പരിഹാരം ഒരെണ്ണം മാമേ, പരിഹാരമുണ്ട്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറ, പ്രശ്നമല്ല പരിഹാരമാണ്. പ്രശ്നമല്ല പരിഹാരമാണ് ഉണ്ടായേക്കുന്നത്. പരിഹാരമുണ്ട്, പരിഹാരമുണ്ട്, പരിഹാരമുണ്ട്. എന്താ പരിഹാരം? ഗെത്സമനയിൽ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഒരു പരിഹാരം, അവനെ ശക്തിപ്പെടുത്തേണ്ടുന്നതിന്. അവന്റെ ശക്തിയാ പരിഹാരം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടുന്നതിന് ഇത് ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് നൽകി തന്നിരിക്കുന്നത്. പരിഹാരമില്ലേ? ഇനി പറ, പരിഹാരമില്ലേ? മാനസാന്തരപ്പെടാത്ത നിന്റെ തലമുറകളെ മാനസാന്തരത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ നിന്റെ അകത്തില്ലേ പരിഹാരം?
കടക്കണി കാഴ്ത്തിക്കളഞ്ഞ നിന്നെ തകർത്തെറിഞ്ഞ ആ വിഷയത്തെ പുറത്തു കൊണ്ടുവരാൻ നിന്റെ അകത്തില്ലേ പരിഹാരം? കാലങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന നിന്റെ ഉപജീവന മാർഗങ്ങളും നിന്റെ കുടുംബജീവിതവും സഹോദര സഹോദരി നിന്റെ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി പറയാ, എങ്കിലും ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് പറയേണ്ടുന്നതിന് ശക്തി ഈ മൺപാത്രത്തിലാ ഉള്ളത്. ഈ മൺപാത്രത്തിലാ ഉള്ളത്. ഇങ്ങോട്ട് വന്നപ്പോൾ മുനിസിപ്പാലിറ്റി അവിടെ ഒരു പുതിയൊരു ഐറ്റം വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടോ? എത്ര പേര് ശ്രദ്ധിച്ചു? പ്ലാസ്റ്റിക് ബോട്ടിലിടാനായിട്ട് ബോട്ടിലിന്റെ ഷേപ്പിൽ ഒരു വലിയ ഇരുമ്പ് പോലെ ഉണ്ടാക്കി വെച്ചപ്പോൾ ഉണ്ട്. ഏതിന്റെ ഷേപ്പിലാ? ബോട്ടിലിന്റെ ഷേപ്പിൽ. എന്നിട്ട് അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിക്ഷേപിക്കുക. ഒരു പാത്രത്തിന്റെ ഷേപ്പ് അവിടെ പണിത് വെച്ചു. ഈ പാത്രത്തിനകത്തേക്ക് അവന്റെ ശക്തി, കാലിയായ കൃഷി ചെയ്ത് കളയുന്ന ബോട്ടിലെടുത്തിടുന്ന പാത്രമല്ല ഇത്. ഒരു ഡസ്റ്റ്ബിൻ അല്ല, ഒരു വേസ്റ്റ് ബോക്സ് അല്ല. നിങ്ങൾ അവന് വേണ്ടി അവൻ മുഖാന്തരം അവനായിട്ട് ഉളവായ നിങ്ങളിൽ അവന്റെ അത്യന്ത ശക്തി അധികമായി പെരുകുന്ന ശക്തി, മാനസാന്തരപ്പെടാത്ത ഭർത്താവിനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ നിന്റെ അകത്ത് ശക്തി, രക്ഷിക്കപ്പെടാത്തതിന്റെ തലമുറകളെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ നിന്റെ അകത്ത് ശക്തി, നഷ്ടപ്പെട്ടു പോയ നിന്റെ നന്മകളെ മടക്കി വരുത്താൻ, പച്ചപ്പുഴുവും വെട്ടിലും തുള്ളന് തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ മടക്കി വരുത്താൻ ഭൂഗുരുത്വാകർഷണ ബലത്തെക്കാൾ ഒരു വലിയ ശക്തി. ഇപ്പോൾ കാണുന്ന പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങൾക്കും കുടുംബക്കാർക്കുമാണോ ശക്തി, അതോ പരിശുദ്ധാത്മാവിനാണോ ശക്തി? സുവിശേഷത്തിന് വിരോധമായി ആഞ്ഞടിക്കുന്ന സുവിശേഷ വിരോധികളുടെ സുവിശേഷ വിരോധത്തിനാണോ ശക്തി, അതോ പരിശുദ്ധാത്മാവിനാണോ ശക്തി? ഈ കാലഘട്ടം അത് തെളിയിക്കാൻ പോവുകയാ. എന്നിലും നിങ്ങളിലും പകർന്നിരിക്കുന്ന ശക്തി, ഈ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്ന ശക്തി, ഈ ശക്തി ഇത് ചുമ്മാതല്ല, ഇത് കുട്ടിക്കളിയല്ല. ഈ വാക്യം നിങ്ങളുടെ അകത്ത് കത്തണം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. കള്ളന്മാർക്ക് തുറന്ന് മോഷ്ടിക്കാം നിങ്ങളുടെ കരത്തിലിരിക്കുന്ന വസ്തുവിനെ, പക്ഷെ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയെ തൊടാൻ പറ്റത്തില്ല. പണിത് വെച്ചിരിക്കുന്ന വീട്ടിനകത്ത് ചിലപ്പോൾ കള്ളന് കയറാം, പക്ഷെ നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്നവരെ തൊടാൻ ബൈബിൾ പറയുന്നു, സക്രിയാവിന്റെ പുസ്തകം, യഹോവ എനിക്ക് ചുറ്റും, യഹോവ ഞങ്ങൾക്ക് ചുറ്റും, യഹോവ നിങ്ങൾക്ക് ചുറ്റും തീ മതിൽ ആയിരിക്കും. അധികമായി ശക്തി നിറഞ്ഞാൽ നിന്റെ അകത്തുനിന്നൊരു തീ പുറപ്പെടും. അതൊരു പരിധി വിട്ട് വ്യാപരിക്കട്ടെ, അതൊരു പരിധി വിട്ട് വ്യാപരിക്കട്ടെ. അതുകൊണ്ട് പറ, യേശുവിനെ ശക്തിപ്പെടുത്തിയതുപോലെ. പ്രശ്നമല്ല പ്രിയപ്പെട്ടവരെ പരിഹാരവാദ്യം വന്നത്, പരിഹാരമാദ്യം വന്നത്. ആദിയിൽ ദൈവമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു,
ഉൽപ്പത്തി 1:1 താഴോട്ട് വായിക്കുമ്പോൾ അടുത്തത് പറയുക, വെള്ളത്തിന്റെ മീതെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അർത്ഥം ശക്തി പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ പ്രശ്നമല്ല, പരിഹാരമാണ് ശക്തി. എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തോട് നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ, പ്രശ്നമല്ല, പിന്നെന്താ? ശക്തി, പരിഹാരം. എന്ത് ശക്തി? അത്യന്ത ശക്തി. വെറും ശക്തിയാണോ? വെറും ശക്തിയാണോ? ക്യാമറ പിടിച്ചിരിക്കുന്ന എന്റെ ബോബ സഹോദര, വെറും ശക്തിയാണോ? അത്യന്ത ശക്തി. അത്യന്ത ആത്മശക്തി. ഏത് ശക്തിയാ? നിന്റെ ജഡത്തിന്റെ ശക്തിയെ പൊളിച്ചോണ്ടൊരു ആത്മശക്തി. അതുകൊണ്ടാ ഭക്തൻ ഇങ്ങനെ എഴുതിയത്, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ.